ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നോമ്പൊക്കെ അല്ലേ, എല്ലാവരും പൊരിച്ച കടികളൊക്കെ ഉണ്ടാക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ മാവ് ഉണ്ടാക്കിയാൽ മതി. അത് വെച്ചിട്ട് 10 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൊരികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് കടലമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും, പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനിയും വെള്ളം ആഡ് ചെയ്യണം തോന്നിയപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസും കൂടി ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡാക്കി കൊടുത്തിട്ടുള്ളത്. മിക്ക ആൾക്കാരും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സാമ്പാർ പൗഡർ ആഡാക്കാറില്ല. ആഡാക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇനി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ബജികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു സെയിം മാവ് വെച്ചിട്ടല്ല ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ സെയിം ടേസ്റ്റ് ആവും എന്ന് വിചാരിക്കേണ്ട. എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഓരോ ഐറ്റംസിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതേ ഫൈനലി ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ബജി നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. ഞാനിവിടെ നോർമലായിട്ട് മുട്ട മാവിൽ മുക്കിയിട്ട് പൊരിക്കേണ്ട ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചമ്മന്തി പോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മുട്ടയുടെ യെല്ലോ പാർട്ട് അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിംഗ് ആക്കി വെച്ചിട്ട് പൊരിക്കും. അങ്ങനെ പല രീതിയിൽ പൊരിക്കും. നമ്മളിവിടെ ഇത്രയും ബജികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നോർമലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയും നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആക്കാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. സെക്കൻഡ് നമ്മൾ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ബജിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പൊട്ടറ്റോ നടുവിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് തിൻ സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു സ്ലൈസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും, അത്രയും തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കത്തി വെച്ചിട്ട് തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഈ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. തേർഡ് വൺ ബ്രിഞ്ചോൾ ബജിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രിഞ്ചോൾ ഇങ്ങനെ മറ്റേ പൊട്ടറ്റോ കട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം നടുമുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോന്നും കുറച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്രയും അധികം ഫ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ 2 അല്ലെങ്കിൽ 4 ഒക്കെ പീസസ് വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു ബ്രിഞ്ചോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോ പീസസും ഈ മാവിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫോർത്ത് വൺ ഞാൻ കായബജി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കായബജി നമുക്ക് അങ്ങനെ നീളനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഹാഫാക്കി മുറിച്ചിട്ട് പിന്നെ അതിനെ എന്നിട്ട് ഇങ്ങനെ നീളം സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ബജികളും തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താലാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കായയും തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫിഫ്ത്ത് വൺ ചീരയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബജി റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഇലകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കഴുകി ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ അധികം ആൾക്കാർ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവണമെന്നില്ല.
ഞങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഈ ബജികളിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണിത്. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ, ഇഷ്ടപ്പെടും. 6th വൺ ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുള്ള ബജിയാണ്. അപ്പോൾ ക്യാപ്സിക്കം നടുവ് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ക്യാപ്സിക്കം ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ വലിയ പീസസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. സെവൻത്ത് വൺ നമ്മൾ ഒണിയൻ റിങ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒണിയൻ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ റിങ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഒരു 4 റിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എയ്ത്ത് വണ്ണാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം, മുളക് ബജി. മുളക് ബജി ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? ഞങ്ങളുടെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഞാനിപ്പോൾ ഇവിടെ മുളക് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വല്ല ചമ്മന്തിയുടെ ഒക്കെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ നോർമലി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 9th വൺ എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ബജി പ്രിപ്പയർ ചെയ്യണത്. അതിന് ഞാൻ ഓരോ ബ്രെഡും 4 പീസസ് ആയിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മളുടെ ഫൈനൽ 10th വൺ എന്ന് പറയുന്നത് ഉള്ളി ബജിയാണ്. ഇത് നമ്മൾ നോർമൽ ഉള്ളി ബജി ഉണ്ടാക്കില്ലേ, നമ്മളിങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മാവിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സവോള നീളനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് കുറച്ചെടുത്തിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ 10 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബജികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്, കഴിക്കാനും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.